ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ മാങ്ങ കൊണ്ടുള്ള ഒരു ഹലുവയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഹലുവയാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. മാമ്പഴം ഹലുവ തയ്യാറാക്കാൻ ഞാനിവിടെ 2 പഴുത്ത മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. മാങ്ങാ കഷ്ണങ്ങൾ നല്ലതുപോലെ അരച്ചെടുത്തു. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ഇടാം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണിത്. ഇതൊരു 100 ഗ്രാമിന് വേണ്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് മിക്സ് ചെയ്യാം. അരിപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ഇടാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം. പഴുത്ത മാങ്ങ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തു. കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ബ്രൗൺ കളർ ഷുഗറാണ് ചേർക്കുന്നത്. ഷുഗറൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇത് ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. പഞ്ചസാര ചേർക്കാൻ വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. അത് ഒരു 100 ഗ്രാമിന് വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. 100 ഗ്രാം ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്തത്. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളത് കൊണ്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഹലുവയ്ക്ക് നെയ്യ് ചേർക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് മൂപ്പിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. നെയ്യിൽ മൂപ്പിച്ചതാണിത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇത് ലാസ്റ്റ് ഘട്ടം എത്തി വരുന്നു. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. വിട്ട് വരുന്ന പരുവമാവുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാങ്ങ കൊണ്ടുള്ള ഹലുവ എല്ലാം റെഡിയായി. നമുക്കിനി ഇതൊരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നമുക്കിത് സെറ്റാവാനായിട്ട് വെച്ചു കൊടുക്കാം. നല്ലതുപോലെ ഷേപ്പാക്കി ഇത് നമുക്ക് സെറ്റാവാനായിട്ട് വെക്കാം. മാങ്ങ ഹലുവ സെറ്റായി തണുത്തു വന്നു. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് തട്ടിയിടാം. സൈഡൊക്കെ നമുക്കിതൊന്നിങ്ങനെ ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് തട്ടി ഇട്ട് കൊടുക്കാം. മാങ്ങ ഹൽവ റെഡിയായി.
നമുക്കിതിനി മുറിച്ച് കഴിക്കാം. ഇതുപോലെ നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. താങ്ക് യു.